എന്നാണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. വെൽക്കം ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നലത്തെ വീഡിയോൻ്റെ കണ്ടിന്യൂഷനാണ് ഞാൻ ഈ ചെയ്യുന്നത്. ഇന്നലെ ഞാൻ എൻ്റെ ക്രോഷറ്റിങ്ങിൻ്റെ കിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അപ്പോൾ ഞാനും ബിഗിനറാണ്. അപ്പോൾ ക്രോഷറ്റിംഗ് 2026 പഠിക്കാൻ താല്പര്യമുള്ളവർ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു അത്ര ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ അല്ല. നമ്മൾ ഫൗണ്ടേഷൻ സ്റ്റിച്ചും സ്ലിപ്പ് നോട്ടുമാണ് ചെയ്യാൻ പോകുന്നത്. സ്ലിപ്പ് നോട്ട് ഫൗണ്ടേഷൻ സ്റ്റിച്ചും അറിയാതെ ഫൗണ്ടേഷൻ സ്റ്റിച്ച് എന്ന് പറയുന്നത് ചെയിൻ സ്റ്റിച്ചാണ്. ഇത് രണ്ടും അറിയാണ്ട് നമുക്ക് ക്രോഷറ്റിംഗ് ചെയ്യാൻ പറ്റില്ല. കാരണം അതാണ് ഇതിൻ്റെ ബേസിക് സ്റ്റിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്നതെന്ന് ചോദിച്ചാൽ 5 mm നീഡിൽ, 5 mm നീഡിലാണിത്. അത് പിന്നെ ഈ ഒരു യാണ്. ഈ യാണ് നമുക്ക് ഈ നീഡിൽ ഏത് മെഷർമെൻറ്റിൻ്റെ ആണ് എടുക്കേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്ന ഒരു യാണിൻ്റെ ഒരു കവറുണ്ടാവും ഇതുപോലെ. ഈ കവറിൽ നമുക്ക് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും എത്ര യാൺ നീഡിലാണ് യൂസ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കുമ്പോഴത്തേക്കും ഇവരിത് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് 5 to 5.5 mm നിങ്ങൾക്ക് വേണമെങ്കിൽ 4ഉം യൂസ് ചെയ്ത് 4.5ഉം യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം നിങ്ങൾ ഏത് പ്രോജക്റ്റാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെ ബേസ് ചെയ്ത് വേണം നീഡിൽ സെലക്ട് ചെയ്യാനായിട്ട്, ഈവൻ യാണും. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യമത്തെ എന്ന് പറയുന്നത് നമ്മൾ നോട്ട് ഇടാൻ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നോട്ട് നിങ്ങൾ ട്യൂട്ടോറിയലൊക്കെ കാണുമ്പം കുറേ കുറേ മാർഗ്ഗങ്ങളുണ്ട്. ഞാനൊരു സിമ്പിളായിട്ട് ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിളായിട്ടുള്ളൊരു സ്ലിപ്പ് നോട്ട് ഇടുന്നത് കാണിച്ചു തരാം. ഇങ്ങനെ നമ്മൾ യാൺ എടുക്കുക. ഈ യാണ് ഇങ്ങനെ ഇതുപോലെ വെച്ചിട്ട് ഇതിനെ ഒന്ന് റൗണ്ടാക്കി ഒരു ലൂപ്പ് ഉണ്ടാക്കി ആ ലൂപ്പിൽ കൂടി ഇങ്ങനെ ഇറക്കി ഇതുപോലെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്ലിപ്പ് നോട്ട് ആയി. ഈ സ്ലിപ്പ് നോട്ട് നമ്മളിനി കറക്റ്റാണോ എന്നറിയാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. ഇത് റോങ് ആണ് നമ്മൾ ചെയ്തേക്കുന്നതെങ്കിൽ ഇതുപോലെ ഈസി ആയിട്ട് വരില്ല. അപ്പോൾ എങ്ങനെയാണ് നമ്മളിങ്ങനെ ഇതുപോലെ ഒന്ന് ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ ആക്കിയെടുക്കുക. അതിന് ശേഷം ഈ മിച്ചം കിടക്കുന്ന, അതായത് ഈ ഒരു നമ്മുടെ ഈ യാണിൻ്റെ അറ്റം ഇങ്ങനെ ഇതിനെ കറക്കി ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഒന്ന് വലിച്ചാൽ മതിയാവും. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലിപ്പ് നോട്ട് എന്ന് പറയുന്നത്. ഇങ്ങനെ ഇരിക്കും. ഇതുപോലെ നമുക്കൊരു ലൂപ്പ് കിട്ടും. അതിനുശേഷം ഈ ലൂപ്പിനെ അകത്തൂടെയാണ് നമ്മുടെ നീഡിൽ ഇറക്കേണ്ടത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു രീതിക്കനുസരിച്ച് നിങ്ങൾക്ക് ഈ യാണിനെ ഹോൾഡ് ചെയ്യാം. ഞാനിപ്പം ഇങ്ങനെയാണ് ഹോൾഡ് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ ഇങ്ങനത്തെ, അതായത് നമ്മുടെ ഈ റോളില്ലേ, ഈ റോളിൻ്റെ അങ്ങോട്ട് കിടക്കുന്ന യാണിനെ നമ്മൾ വർക്കിംഗ് യാൺ എന്നാണ് പറയുന്നത്. നമ്മൾ അത് വെച്ചിട്ടാണല്ലോ മുമ്പോട്ട് ഈ പാറ്റേണൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനെ വർക്കിംഗ് യാൺ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ട് ഇങ്ങനെ പാരലായിട്ട് പിടിക്കുക. അതിൻ്റെ മേളിൽ കൂടെ കൊണ്ടുവന്നതിന് ശേഷം ഒരു ഇൻറ്റു പോലെ ഇതായില്ലേ, ഒരു ഇൻറ്റു പോലെ നമുക്ക് കിട്ടി. അതിനെ അടിയിൽ കൂടെ ഇങ്ങനെ ഈ നീഡിലിൻ്റെ തലഭാഗം ഇങ്ങനെ നമ്മളിങ്ങനെ എന്തെങ്കിലും പേരയ്ക്ക മാങ്ങയൊക്കെ പറിക്കാനായിട്ട് തോട്ടി ഇടുകയില്ല എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെയാക്കി ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇറക്കി ഇങ്ങനെ എടുക്കുക. അപ്പോൾ നമ്മളുടെ ഇത് വെച്ചിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒത്തിരി ലൂസായി കഴിഞ്ഞാൽ അത് നമുക്ക് അത്ര ഭംഗിയൊന്നും ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ ഇതുപോലെ നമ്മളുടെ ഇത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഒത്തിരി ലൂസാക്കി പിടിക്കുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഒത്തിരി ലൂസായി പോകും നമ്മളുടെ സ്റ്റിച്ചസ്. ഇങ്ങനെ അതുകൊണ്ട് എങ്ങനെയാണ് നമ്മളിങ്ങനെ പാരലായിട്ട് പിടിക്കുക, അതിനെ ജസ്റ്റ് മേളിൽ കൂടെ ക്രോസ് ആയിട്ട് കൊണ്ടുവരിക. അതിന് ശേഷം നമ്മുടെ വർക്കിംഗ് യാണിൻ്റെ അടിയിൽ കൂടിയെടുത്ത് മേളിലൊരു തോട്ടി പോലെ ആക്കി. ജസ്റ്റ് ഇത് പഠിക്കാൻ വേണ്ടി എളുപ്പത്തിന് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ അകത്തൂടെ എടുത്ത് ഇങ്ങനെ ഇറക്കണം. ഇതുപോലെ നമ്മൾ അങ്ങനെ ചെയിൻ സ്റ്റിച്ചാണ്, ഇങ്ങനെയാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഇച്ചിരി നമുക്ക്
ഇതിങ്ങനെ ആക്കി നമുക്ക് ടൈറ്റാക്കി കൊടുക്കാൻ പറ്റും. ഒന്ന് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് നമ്മളൊന്ന് പുറകോട്ട് ഇങ്ങനെ ആക്കിയാൽ മതി. സോ ഇതുണ്ട് ടൈറ്റ്, ഇതുണ്ട് ഞാൻ ഇവിടെ ടൈറ്റ് ആക്കാത്തത് കൊണ്ട് ഇത് കണ്ടോ, ഇതിങ്ങനെയാണ് വരുന്നേക്കുന്നത്. ടൈറ്റ് ആയത് കണ്ടോ, ഇതൊരു ബി ഷേപ്പിലാണ് നമുക്ക് കിട്ടുന്നത്. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. പിന്നെ ഇതുപോലെ വെക്കുക. അതിൻ്റെ മേലിൽ കൂടെ ഒരു ഇൻറ്റു മാർക്ക് പോലെ ആക്കി ഇതിൻ്റെ അടിയിൽ കൂടി വന്ന് നമ്മളുടെ ഈ ഒരു ഇതിൻ്റെ കൂടി ഇങ്ങനെ ആക്കി എടുക്കുക. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത്. സി, ഇങ്ങനെ ഒരു 10-20 എണ്ണം ഇതുപോലെ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ കുറേ പ്രാവശ്യം ഇതിങ്ങനെ ഒന്ന് ചെയ്ത് പഠിച്ചാൽ എന്നാലേ നമുക്കതിൻ്റെ ഒരു എന്നാ പറയുന്നത് പ്രാക്ടീസ്, അത് കൈ ഒന്ന് വഴങ്ങുള്ളൂ. അപ്പോഴേ നമുക്കിങ്ങനെ ഇപ്പം നമ്മൾ എന്നാ പറയുന്നത്, നമുക്ക് നന്നായിട്ട് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ നമുക്കിതൊന്നും നോക്കാതെ തന്നെ ചെയ്യാൻ പറ്റും. കാരണം ഇത് ഇച്ചിരി ഇത് കോട്ടനാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ഒരു എന്നാ പറയുന്നത് ഒരു പിടുത്തമുണ്ട്. മറ്റേ അക്രിലിക് യാൺ വരുന്ന പോലെ അത്ര ഈസി ആയിട്ട് നമുക്ക് ഇതിങ്ങനെ ഞാൻ ഭയങ്കര ടൈറ്റിൽ പിടിച്ചേക്കുന്നതുകൊണ്ട് ഇതിങ്ങനെ വരുന്നത്. സോ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. സോ ഇങ്ങനെ ഇച്ചിരി ലൂസായിട്ട് പിടിച്ചാൽ മതിയോ, അപ്പോൾ അതിങ്ങനെ വരും. ഇതുണ്ടോ, സിമ്പിളായിട്ട് ഇതുപോലെ. അപ്പോൾ ഒന്നും കൂടി കാണിക്കാം. ഇങ്ങനെ പിടിക്കുക. അതിന് ശേഷം ഇതിൻ്റെ മേലിൽ കൂടെ കൊണ്ടുവരും ഇൻറ്റു മാർക്ക് പോലെ, അതിൻ്റെ അടിയിൽ കൂടെ കൊണ്ടുവന്ന് യാൺ ഓവർ പുൾ ത്രൂ എന്നാണ് നമ്മളിതിനെ പറയുന്നത്. യാൺ ഓവർ പുൾ ത്രൂ. സോ ഇതുപോലെ ആണ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇത്ര ഈസി അല്ലേ. ഈ സ്റ്റിച്ച് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ബാക്കി കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഈ സ്റ്റിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊരു കൈവഴക്കം വന്നു കഴിഞ്ഞാൽ ബാക്കി സ്റ്റിച്ചസൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ TV കാണുമ്പം, ഫോണിൽ സംസാരിക്കുമ്പോൾ, അപ്പോൾ ഇതിന്ന് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ഈസി ആയിട്ട് വരും. അപ്പോൾ ഈ ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കും. ഇത് നോക്കി, ഇതത്ര ഞാൻ ആ ടൈറ്റ് ചെയ്തേക്കുന്നതിൻ്റെ ആ ഒരു ഡിഫറൻസ് ഇതിൽ തന്നെ കാണാൻ പറ്റും. കണ്ടോ. അപ്പം നമ്മൾ നന്നായിട്ട് ടൈറ്റാക്കി നമുക്ക് വേണ്ട ആ ഒരു ഫിനിഷിങ് നന്നായിട്ട് ചെയ്യണം കേട്ടോ. അപ്പം നമ്മൾ ഈ മുടി മെടഞ്ഞിട്ടേക്കുന്നില്ല, ആ ഒരു ഷേപ്പിലാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ ഇതൊന്ന് നിങ്ങളും പ്രാക്ടീസ് ചെയ്യുക അടുത്ത ദിവസത്തേക്ക്. അപ്പോൾ അടുത്ത ദിവസം ഞാൻ സിംഗിൾ സ്റ്റിച്ചാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ആ സമയത്തേക്ക് പ്രാക്ടീസ് ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പം ബൈ, ടേക്ക് കെയർ.